ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ സ്നാക്കാണ് കുഞ്ഞി കൽത്തപ്പം. ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുറിച്ച് കഴിയുമ്പോൾ അകം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഓറഞ്ചിൻ്റെ അല്ലിയൊക്കെ തുറക്കുമ്പം അകം എങ്ങനെ ഇരിക്കും ആ ഒരു ഡിസൈനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. അപ്പോൾ ചെയ്തപ്പം ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണ്ടേ. ഇത് സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് റെസിപ്പി കാണാം. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കൈമ റൈസോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ പച്ചരി ഇതെല്ലാം ഉപയോഗിക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു 3 to 4 hours ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഏലക്കായുടെ സീഡ്സ്, ഒരു 4 ഏലക്കായുടെ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 2 നുള്ളി ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. അത് അരയ്ക്കുന്ന സമയം തന്നെ നമുക്ക് കുറച്ച് ശർക്കരയും ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത് 175 ഗ്രാമാണ്. ഇതുപോലത്തെ പൊടിച്ച ശർക്കരയായിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എന്നാലും നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനെയും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം തന്നെ ഞാൻ അരിയും അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി അരയ്ക്കുമ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇനിയും ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ശർക്കരയും കൂടെ ചേർക്കണം. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിനി തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഇതുപോലെ ചൂടോടുകൂടി തന്നെ ഈ ഒരു ശർക്കര നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരിച്ചാണ് ഒഴിക്കുന്നത്. ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഭാഗത്തെ മാവെല്ലാം അങ്ങ് കുക്കായിപ്പോവും. നമ്മൾ ചൂടോടുകൂടിയല്ലേ ഈ ഒരു ശർക്കര ഒഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പം മാവ് കുക്കാവും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണേ നമ്മുടെ ബാറ്റർ. ഇതുപോലെ നല്ല തിൻ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനിയും ചെയ്യേണ്ടത് ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത്. അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ചുമന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ചുമന്നുള്ളി ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചേർക്കണം. ചുമന്നുള്ളിയും ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഇതായിട്ടുണ്ട്. തേങ്ങാക്കുത്തും ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഓരോ അപ്പം ചുടുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. പക്ഷെ ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടില്ല, മുഴുവൻ തന്നെ ഇതിലേക്ക് ചേർക്കും. അതുപോലെ നമുക്ക് നട്ട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഈ തേങ്ങാക്കൊത്തൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് കുറച്ച് ചോപ്ഡ് കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു നുള്ളെന്നൊക്കെ പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും താഴെ. ഇത് നമ്മൾ ചേർക്കുന്നത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ റെഡിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കുഴിയുള്ള ചട്ടി നോക്കിയെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. നല്ല ചൂടായ ചട്ടിയിലേക്ക് ഒരു 1/4 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂട് ചട്ടിയിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു 20 സെക്കൻഡ് ഇങ്ങനെ ഇടുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ലോ ആക്കുക. ഇനി സ്ലോ ഫ്ലെയിമിലിട്ട് ഒരു 4 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്യുക. 4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഈ അപ്പം ഒന്ന് റെഡിയായി കിട്ടും. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം. 1 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കൽത്തപ്പം, കുഞ്ഞ് കൽത്തപ്പം റെഡിയായി കിട്ടും. നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കുക, മാവ് ഒഴിക്കുക. ഞാനിപ്പം വലിയ തവി ആയതുകൊണ്ടാണ് 1/4 തവി ഒഴിച്ചത്. എന്നിട്ട് ഒരു 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒരു 4 മിനിറ്റൊക്കെ കുക്ക് ചെയ്യുക. നമ്മൾ ആദ്യം മാവ് ഒഴിക്കുമ്പോൾ പാനിന് നല്ല ചൂടുണ്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ കൽത്തപ്പം നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. ഇതിനി ഞാൻ മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണേ.
നല്ല ഒരു രീതിയിൽ അകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.